Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. മൈ നെയിംസ് എലനോർ. എൻ്റെ പേര് എലനോർ എന്നാണ്. ആൻഡ് ഐ ആം 71 ഇയേഴ്സ് ഓൾഡ്. എനിക്ക് 71 വയസ്സുണ്ട്. ഐ ലിവ്, ഞാൻ ജീവിക്കുന്നത് അലോൺ ഇൻ എ സ്മോൾ ഹൗസ്. അലോൺ എന്നാൽ തനിച്ച്. ഞാൻ ഒരു ചെറിയ വീട്ടിൽ തനിച്ചാണ് ജീവിക്കുന്നത്. അറ്റ് ദ എഡ്ജ് ഓഫ് എ ക്വയറ്റ് വില്ലേജ്. എഡ്ജ് എന്നാൽ അതിർത്തി എന്നുള്ള അർത്ഥമാണ്. ക്വയറ്റ് വില്ലേജ് എന്നാൽ ശാന്തമായ ഗ്രാമം. ഞാൻ ഒരു ശാന്തമായ ഗ്രാമത്തിൻ്റെ അതിർത്തിയിലുള്ള ഒരു ചെറിയ വീട്ടിൽ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ലിവ് എന്നാൽ ജീവിക്കുക, താമസിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ലൈഫ് ഹാസ് നോട്ട് ബീൻ ഈസി ഫോർ മീ. എൻ്റെ ജീവിതം എളുപ്പമായിരുന്നില്ല. മൈ ഹസ്ബൻഡ്, എൻ്റെ ഭർത്താവ്, പാസ്ഡ് അവേ, മരിച്ചുപോയി. മെനി ഇയേഴ്സ് എഗോ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. പാസ് അവേ എന്നാൽ മരിച്ചു പോവുക, അതിൻ്റെ പാസ്റ്റാണ് പാസ്ഡ് അവേ. എൻ്റെ ഭർത്താവ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. ആൻഡ് ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം മൈ ഓൺലി കംഫർട്ട് വാസ് മൈ ഗ്രാൻഡ് സൺ ടോമി. എൻ്റെ ഏക ആശ്വാസം എൻ്റെ കൊച്ചുമകൻ ടോമി ആയിരുന്നു. ഇവിടെ കംഫേർട്ട് എന്നതിനർത്ഥം ആശ്വാസം എന്നുള്ള അർത്ഥമാണ്. ഗ്രാൻഡ് സൺ കൊച്ചുമകൻ, പേരക്കുട്ടി, ഇതൊക്കെയാണ് അർത്ഥം. മകൻ്റെ മകൻ അല്ലെങ്കിൽ മകളുടെ മകൻ. ഹി വാസ് മൈ ലൈറ്റ്. ലൈറ്റ് എന്നതിന് ഇവിടെ അർത്ഥം പ്രതീക്ഷയും സന്തോഷവും എന്നുള്ള അർത്ഥമാണ്. അവനായിരുന്നു എൻ്റെ വെളിച്ചം, അതായത് അവനായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏക പ്രതീക്ഷയും സന്തോഷവും, അതാണ് അർത്ഥം. ഹി വാസ് മൈ ലൈറ്റ്. മൈ ജോയ്, എൻ്റെ സന്തോഷം. ആൻഡ് ദ റീസൺ ഐ ഗോട്ട് അപ്പ് എവറി മോർണിംഗ്. റീസൺ എന്നാൽ കാരണം, ഐ ഗോട്ട് അപ്പ് എന്നാൽ ഞാൻ എഴുന്നേൽക്കുന്ന, എവറി മോർണിംഗ് എല്ലാ ദിവസവും രാവിലെ. അവനായിരുന്നു എൻ്റെ ജീവിതത്തിലെ വെളിച്ചം, എൻ്റെ സന്തോഷവും അവനായിരുന്നു. എല്ലാ ദിവസവും ഞാൻ രാവിലെ പ്രതീക്ഷയോടെ എഴുന്നേൽക്കുന്നു, അതിനുള്ള കാരണം അവനാണ്. വി ഡിഡ് എവറിത്തിങ് ടുഗദർ. ടുഗദർ എന്നാൽ ഒരുമിച്ച്, എവറിത്തിങ് എന്നാൽ എല്ലാം. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിരുന്നു. ഹി ഹെൽപ്ഡ് മീ ഇൻ ദ ഗാർഡൻ. പൂന്തോട്ടത്തിലെ ജോലികൾക്ക് അവൻ എന്നെ സഹായിച്ചിരുന്നു. ക്യാരീഡ് ഫയർ വുഡ് ഫോർ മീ. ഫയർ വുഡ് എന്നാൽ കത്തിക്കാനുള്ള മരക്കഷ്ണങ്ങൾ. എനിക്ക് കത്തിക്കാനുള്ള വിറകുകൾ അവൻ ചുമന്ന് കൊണ്ടുവന്നിരുന്നു. ആൻഡ് ഈവൻ കുക്ക്ഡ് സംടൈംസ്. ചിലപ്പോൾ, ചില സമയങ്ങളിൽ അവൻ പാചകം ചെയ്യുക പോലും ചെയ്തിരുന്നു. ഹിസ് ലാഫ്റ്റർ ഫിൽഡ് ദ ഹൗസ്. ലാഫ്റ്റർ എന്നാൽ ചിരി എന്നുള്ള അർത്ഥമാണ്. അവൻ്റെ ചിരി ആ വീടിനെ സന്തോഷം കൊണ്ട് നിറച്ചിരുന്നു. ആൻഡ് ഐ ഫെൽറ്റ് അലൈവ് വെൻ ഹി വാസ് നിയർ. ആൻഡ് കൂടാതെ, ഐ ഫെൽറ്റ് എനിക്ക് തോന്നിയിരുന്നു, അലൈവ് വെൻ ഹി വാസ് നിയർ. വെൻ ഹി വാസ് നിയർ എന്നാൽ അവൻ എൻ്റെ അടുത്തുള്ള സമയത്ത്. അലൈവ് എന്നാൽ ജീവനുള്ള പോലെ എന്നുള്ള അർത്ഥം, അതായത് അവൻ അടുത്തുണ്ടായിരുന്നപ്പോൾ എനിക്ക് ജീവനുള്ളതുപോലെ തോന്നുമായിരുന്നു. എനിക്ക് ജീവിതത്തിൽ സന്തോഷവും ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടെന്നും തോന്നുമായിരുന്നു. ബട്ട് എന്നാൽ ലൈഫ് ഈസ് ക്രൂവൽ സംടൈംസ്. ക്രൂവൽ എന്നാൽ ക്രൂരമായ, മറ്റൊരർത്ഥം വേദനിപ്പിക്കുന്ന എന്നുള്ള അർത്ഥമാണ്. കഠിന ഹൃദയനായ. പക്ഷെ ചില സമയങ്ങളിൽ ജീവിതം നമ്മോട് വളരെ ക്രൂരമായിട്ടുള്ള രീതിയിൽ പെരുമാറും. ജീവിതം ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും, മനസ്സിനെ വേദനിപ്പിക്കുന്നതായിരിക്കും, ഇതൊക്കെയാണ് അർത്ഥം. വൺ വിൻ്റർ, ഒരു ശീതകാലത്ത്. വിൻ്റർ എന്നാൽ ശീതകാലം. ടോമി ഫെൽ സിക്ക്. ടോമിക്ക് രോഗം ബാധിച്ചു. ഐ ഡിഡ് എവറിത്തിങ്, ഞാൻ എല്ലാം ചെയ്തു. ഐ കുഡ്. ഐ കുഡ് എന്നാൽ എനിക്ക് സാധിക്കുന്ന എല്ലാം ഞാൻ ചെയ്തു. ഐ സ്റ്റേഡ് അവെയ്ക്ക് ഓൾ നൈറ്റ്. സ്റ്റേ അവെയ്ക്ക് എന്നാൽ ഉറങ്ങാതിരിക്കുക എന്നുള്ള അർത്ഥമാണ്, അതിൻ്റെ പാസ്റ്റാണ് സ്റ്റേഡ് അവെയ്ക്ക്. ഐ സ്റ്റേഡ് അവെയ്ക്ക്, ഞാൻ ഉറങ്ങാതിരുന്നു, ഉറക്കമളച്ചിരുന്നു. ഓൾ നൈറ്റ്, രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങാതിരുന്നു. ഐ പ്രിപ്പേർഡ്, ഞാൻ തയ്യാറാക്കി. റെമഡീസ്. റെമഡി എന്നാൽ ഔഷധം എന്നുള്ള അർത്ഥമാണ്, മരുന്ന്. അവൻ്റെ അസുഖത്തിനുള്ള മരുന്നുകൾ ഞാൻ തയ്യാറാക്കി. ആൻഡ് പ്രേഡ്, ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രേ എന്നാൽ പ്രാർത്ഥിക്കുക, പ്രേഡ് പ്രാർത്ഥിക്കുകയും ചെയ്തു. ബട്ട് പക്ഷേ, ഹി പാസ്ഡ് അവേ, അവൻ മരിച്ചുപോയി. ആഫ്റ്റർ ദാറ്റ്,
അതിനുശേഷം മൈ ഹൗസ് ബിക്കെയിം സൈലൻറ്റ്. ബിക്കം എന്നാൽ ആയിത്തീരുക, അതിൻ്റെ പാസ്റ്റാണ് ബിക്കെയിം, ആയിത്തീർന്നു. സൈലൻറ്റ് എന്നാൽ മൗനമായ. അതിനുശേഷം എൻ്റെ വീട് നിശബ്ദമായി തീർന്നു. ദ ഗാർഡൻ വാസ് ക്വയറ്റ്. ദ ഫയർ വുഡ് വാസ് അൺടച്ച്ഡ് ആൻഡ് ദ വാൾ സീംഡ് എംപ്റ്റി. പൂന്തോട്ടമാകെ നിശബ്ദത നിറഞ്ഞിരുന്നു. ക്വയറ്റ് എന്നാൽ നിശബ്ദമായ, ശാന്തമായ. ഫയർ വുഡ് എന്നാൽ കത്തിക്കാനുള്ള വിറക്. അൺടച്ച്ഡ് എന്നാൽ തൊടാത്ത. വിറക് ആരും തൊട്ടിരുന്നില്ല. വിറക് അതേപടി തന്നെ കിടന്നു. ആൻഡ് ദ വാൾസ് ചുമരുകൾ സീംഡ് എംപ്റ്റി. സീം എന്നാൽ കാണപ്പെടുക എന്നുള്ള അർത്ഥം. എംപ്റ്റി എന്നാൽ ശൂന്യമായി. ചുമരുകൾ പോലും ശൂന്യമായതായി തോന്നി. വീട്ടിലെ ചുമരുകൾക്ക് പോലും ഒരു ജീവനില്ലാത്ത പോലെ തോന്നി. ഐ ട്രൈഡ് ഞാൻ ശ്രമിച്ചു. ടു കീപ് ബിസി. ദുഃഖം മറക്കാൻ വേണ്ടി എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് ഞാൻ തിരക്കിലാകാൻ ശ്രമിച്ചു. ഐ ട്രൈഡ് എന്നാൽ ശ്രമിച്ചു. ടു കീപ് ബിസി എന്നാൽ തിരക്കിലായിരിക്കാൻ വേണ്ടി. ഇവിടെ അർത്ഥം എന്തെങ്കിലും ജോലി ചെയ്ത് മറക്കാൻ വേണ്ടി എന്നുള്ള അർത്ഥമാണ്. ബട്ട് പക്ഷേ എവറി ഡേ ഫെൽറ്റ് ഹെവി. ഫെൽറ്റ് എന്നാൽ അനുഭവപ്പെട്ടു, തോന്നി, ഇതൊക്കെയാണ് അർത്ഥം. ഹെവി എന്നാൽ ഇവിടെ ദുഃഖവും വിഷമവും നിറഞ്ഞ എന്നുള്ള അർത്ഥമാണ്. പക്ഷെ ഓരോ ദിവസങ്ങളും എനിക്ക് വളരെ ഭാരമുള്ളതും വിഷമം ഉള്ളതുമായി അനുഭവപ്പെട്ടു. ആൻഡ് ദ ലോൺലിനെസ് വാസ് ഷാർപ്പ്. ലോൺലിനെസ് ഇതിനർത്ഥം ഏകാന്തത എന്നുള്ള അർത്ഥമാണ്. ഷാർപ്പ് എന്നാൽ തീവ്രതയുള്ള, രൂക്ഷമായ, ഇതൊക്കെയാണ് അർത്ഥം. ഏകാന്തത വളരെ കഠിനമായിരുന്നു. ഷാർപ്പ് എന്നാൽ കഠിനമായ. ഐ മിസ്ഡ് ഹിം ടെറിബിലി. ടെറിബിലി എന്നാൽ അർത്ഥം ഭയങ്കരമായി എന്നുള്ള അർത്ഥം. ദാരുണമായി, ഭയാനകമായി, അങ്ങേയറ്റം. എനിക്ക് അവനെ അങ്ങേയറ്റം മിസ് ചെയ്തു. അതായത് അവൻ്റെ അസാന്നിധ്യം എന്നെ വളരെ ഓർമ്മിപ്പിച്ചു. അവനെ വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു, ഇതൊക്കെയാണ് അർത്ഥം. ഐ മിസ്ഡ് ഹിം ടെറിബിലി. വൺ മോർണിംഗ് ഒരു ദിവസം രാവിലെ ഐ വാസ് സിറ്റിംഗ് ഔട്ട്സൈഡ് ഞാൻ പുറത്തിരിക്കുന്ന സമയത്ത് സ്റ്റേറിംഗ് അറ്റ് ദി എംപ്റ്റി പാത്ത്. സ്റ്റേറിംഗ് എന്നാൽ തുറിച്ചു നോക്കുന്ന എന്നുള്ള അർത്ഥം. തുറിച്ചു നോക്കുന്നതിനിടയിൽ ദി എംപ്റ്റി പാത്ത് എന്നാൽ വിജനമായ വഴി. വിജനമായ വഴിയിലേക്ക് തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വെൻ ആ സമയത്ത് ഐ സോ ഞാൻ കണ്ടു എ യങ് മാൻ ഒരു യുവാവ് വോക്കിംഗ് നടന്നു വരുന്നു സ്ലോലി സാവധാനത്തിൽ ടുവേർഡ് മൈ ഹൗസ്. ടുവേർഡ് മൈ ഹൗസ് എന്നാൽ എൻ്റെ വീട് ലക്ഷ്യമാക്കി. ഒരു ദിവസം രാവിലെ ഞാൻ വീട്ടിന് പുറത്തിരുന്ന് വിജനമായ വഴിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു യുവാവ് പതുക്കെ എൻ്റെ വീട്ടിലേക്ക് നടന്നു വരുന്നത് ഞാൻ കണ്ടു. ഹി ലുക്ക്ഡ് അബൌട്ട് 18. അവന് ഏകദേശം 18 വയസ്സ് തോന്നിക്കുമായിരുന്നു. തിൻ ആൻഡ് വോർ സിമ്പിൾ ക്ലോത്ത്സ്. തിൻ എന്നാൽ മെലിഞ്ഞ. വയർ എന്നാൽ ധരിക്കുക, അതിൻ്റെ പാസ്റ്റാണ് വോ, ധരിച്ചു. അവൻ ധരിച്ചിരിക്കുന്നു സിമ്പിൾ ക്ലോത്ത്സ്. കണ്ടാൽ അവന് ഏകദേശം 18 വയസ്സ് തോന്നിക്കുമായിരുന്നു. അവൻ മെലിഞ്ഞ ശരീരമുള്ളവനായിരുന്നു. ലളിതമായിട്ടുള്ള വസ്ത്രങ്ങളാണ് അവൻ ധരിച്ചിരിക്കുന്നത്. സിമ്പിൾ ക്ലോത്ത്സ് എന്നാൽ ദളിതമായിട്ടുള്ള വസ്ത്രങ്ങൾ. എബൌട്ട് എന്നാൽ ഏകദേശം. തിൻ മെലിഞ്ഞ. ഹി ക്യാരീഡ് എ സ്മോൾ ബാസ്ക്കറ്റ്. ബാസ്ക്കറ്റ് എന്നാൽ കൊട്ട എന്നുള്ള അർത്ഥമാണ്. ക്യാരീഡ് എന്നാൽ ഇവിടെ ചുമന്നിരുന്നു എന്നുള്ള അർത്ഥം. അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അവനൊരു ചെറിയ കൊട്ട കയ്യിൽ കരുതിയിരുന്നു. ഐ ഡിഡ് നോട്ട് നോ ഹിം. എനിക്ക് അവനെ മനസ്സിലായില്ല, ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല. ഗുഡ് മോർണിംഗ് മോം, ഹീ സെഡ് പൊളൈറ്റ്ലി. പൊളൈറ്റ്ലി എന്നാൽ മര്യാദയോടെ. വളരെ മര്യാദയോടെ സൗമ്യമായിക്കൊണ്ട് അവൻ പറഞ്ഞു, ഗുഡ് മോർണിംഗ് മോം. മൈ നെയിംസ് ലുക്കസ്. എൻ്റെ പേര് ലുക്കസ് എന്നാണ്. ഐ ലീവ് നിയർ ബൈ. ഞാൻ അടുത്താണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അടുത്താണ് താമസിക്കുന്നത്, ഇതൊക്കെയാണ് അർത്ഥം. ഐ ലീവ് നിയർ ബൈ. നിയർ ബൈ എന്നാൽ അടുത്ത്. ആൻഡ് ഐ നോട്ടീസ്ഡ് യു ആർ അലോൺ. അലോൺ എന്നാൽ തനിച്ച്. നോട്ടീസ് എന്നാൽ ശ്രദ്ധിക്കുക. നിങ്ങൾ തനിച്ചാണ് ഉള്ളത് എന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഐ നോട്ടീസ്ഡ് യു ആർ അലോൺ. ക്യാൻ ഐ ഹെൽപ്പ് യു. ഞാൻ നിങ്ങളെ സഹായിക്കണോ? ഐ ഫ്രൗണ്ട് ആൻഡ് ഷുക്ക് മൈ ഹെഡ്. ഫ്രൗൺ എന്നാൽ അർത്ഥം നെറ്റി ചുളിക്കുക എന്നുള്ള അർത്ഥം. ഐ ഫ്രൗണ്ട് ആൻഡ് ഷുക്ക് മൈ ഹെഡ്. ഞാൻ എൻ്റെ നെറ്റി ചുളിച്ചുകൊണ്ട് തലയാട്ടി. ഷുക്ക് എന്നാൽ കുലുക്കി എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഷുക്ക് മൈ ഹെഡ്, ഞാൻ എൻ്റെ തല കുലുക്കി അല്ലെങ്കിൽ തലയാട്ടി, ഇതൊക്കെയാണ് അർത്ഥം. ഐ ഷുക്ക് മൈ ഹെഡ്. ഐ ഡോണ്ട് നീഡ് ഹെൽപ്പ്. എനിക്ക് സഹായം ആവശ്യമില്ല.
ഗോ അവേ, ദൂരെ പോകൂ. ഐ സെഡ് ഷാർപ്ലി, ഞാൻ രൂക്ഷമായിക്കൊണ്ട് പറഞ്ഞു. ലൂക്കസ് സ്മൈൽ ജെൻലി, സൗമ്യമായിക്കൊണ്ട് ലൂക്കസ് പുഞ്ചിരിച്ചു. പക്ഷേ ഡിഡ് നോട്ട് ലീവ്. ലീവ് എന്നാൽ പോകുക, പക്ഷേ അവൻ അവിടെ നിന്നും പോയില്ല. ഡിഡ് നോട്ട് ലീവ്. അവൻ സൗമ്യമായി കൊണ്ട് പുഞ്ചിരിച്ചു, പക്ഷേ അവൻ അവിടെ നിന്നും പോയില്ല. ഐ ഓൺലി വാണ്ട് ടു ഹെൽപ്പ്. എനിക്ക് സഹായിക്കണം എന്ന് മാത്രമാണ് ആഗ്രഹം. യു റിമൈൻഡ് മീ ഓഫ് മൈ ഗ്രാൻഡ് മദർ. റിമൈൻഡ് എന്നാൽ അനുസ്മരിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. ഓർമ്മപ്പെടുത്തുക. നിങ്ങൾ എൻ്റെ മുത്തശ്ശിയെ ഓർമ്മപ്പെടുത്തുന്നു. യു റിമൈൻഡ് മീ ഓഫ് മൈ ഗ്രാൻഡ് മദർ. ഷീ പാസ്ഡ് അവേ. മുത്തശ്ശി മരിച്ചു പോയി. റീസെൻ്റ്ലി എന്നാൽ അടുത്ത കാലത്ത് മുത്തശ്ശി മരിച്ചു പോയി. ഷീ പാസ്ഡ് അവേ റീസെൻ്റ്ലി. ഐ നോ, എനിക്കറിയാം. ഹൗ ലോൺലി ഇറ്റ് ഫീൽസ്. ഏകാന്തത എത്രമാത്രം വേദനാജനകമായതാണെന്ന് എനിക്കറിയാം. ഐ വാസ് സർപ്രൈസ്ഡ് ബൈ ഹിസ് വേർഡ്സ്. അവൻ്റെ വാക്കുകൾ കേട്ട് ഞാൻ ആശ്ചര്യപ്പെട്ടു. അവൻ്റെ വാക്കുകൾ എന്നെ ആശ്ചര്യപ്പെടുത്തി. ഐ വാണ്ടഡ് ടു ബി ആംഗ്രി. എനിക്ക് ദേഷ്യപ്പെടണമായിരുന്നു. പക്ഷേ എ സ്മോൾ പാർട്ട് ഓഫ് മീ ഫെൽറ്റ് സംതിങ് ഐ ഹാഡ് നോട്ട് ഫെൽറ്റ് ഫോർ മന്ത്സ്. എന്നാൽ മാസങ്ങളായി. ഐ ഹാഡ് നോട്ട് ഫെൽറ്റ് എന്നാൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള അർത്ഥമാണ്. ടു ബി ആംഗ്രി എന്നാൽ ദേഷ്യപ്പെടാൻ. ഫെൽറ്റ് എന്നാൽ തോന്നി, അനുഭവിച്ചു, ഇതൊക്കെയാണ് അർത്ഥം. സംതിങ് എന്നാൽ എന്തോ ഒന്ന്. ഐ ഹാഡ് നോട്ട് ഫെൽറ്റ് എന്നാൽ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത, എനിക്ക് തോന്നിയിട്ടില്ലാത്ത. എ സ്മോൾ പാർട്ട് ഓഫ് മീ, എൻ്റെ ഉള്ളിലെ ഒരു ചെറിയ ഭാഗം. എനിക്ക് ദേഷ്യം വരേണ്ടതായിരുന്നു. എന്നാൽ എൻ്റെ മനസ്സിൻ്റെ ഒരു ചെറിയ കോണിൽ മാസങ്ങളായിട്ട് നഷ്ടപ്പെട്ടിരുന്ന ഒരു വികാരം വീണ്ടും ഉണർന്നു. മാസങ്ങളായിട്ട് നഷ്ടപ്പെട്ടിരുന്ന വികാരം ഇതായിരുന്നു. ഹോപ്പ്, പ്രതീക്ഷ. പ്രതീക്ഷ എന്ന വികാരം വീണ്ടും ഉണർന്നു. മാസങ്ങളായിട്ട് അത് നഷ്ടപ്പെട്ടിരുന്നു. സ്റ്റിൽ, എങ്കിലും. ഐ വേവ്ഡ് ഹിം അവേ. ഇതിനർത്ഥം കൈക്കൊണ്ട് ഞാൻ അവനെ പോകാൻ സൂചിപ്പിച്ചു എന്നുള്ള അർത്ഥമാണ്. ഐ സെഡ് ഗോ, ഞാൻ പറഞ്ഞു പോകൂ. ലൂക്കസ് ലെഫ്റ്റ്. ലൂക്കസ് അവിടെ നിന്നും പോയി. എന്നാൽ എ ഫ്യൂ ഡേയ്സ് ലേറ്റർ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ഹി റിട്ടേൺഡ്, അവൻ തിരിച്ചു വന്നു. ഹി സ്റ്റാർട്ടഡ് ഹെൽപ്പിംഗ് ക്വയറ്റ്ലി ഫ്രം എ ഡിസ്റ്റൻസ്. എന്നാൽ അകലെ നിന്നു. ക്വയറ്റ്ലി എന്നാൽ നിശബ്ദമായിക്കൊണ്ട്. ഫ്രം എ ഡിസ്റ്റൻസ്, അകലെ നിന്നു. അവൻ അല്പം അകലെ നിന്നുകൊണ്ട് നിശബ്ദമായി സഹായിക്കാൻ തുടങ്ങി. കളക്റ്റിംഗ് ഫയർ വുഡ്, കത്തിക്കാനുള്ള വിറകുകൾ ശേഖരിക്കുന്നു. ഫിക്സിംഗ് ദ ഗേറ്റ് ശരിപ്പെടുത്തുന്നു. ഫിക്സ് എന്നാൽ ശരിപ്പെടുത്തുക. ഫീഡിംഗ് ദ ചിക്കൻസ്, കോഴികൾക്ക് ഭക്ഷണം നൽകുന്നു. ഇങ്ങനെയുള്ള ജോലികളൊക്കെ അവൻ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയുള്ള ജോലികൾ ചെയ്തുകൊണ്ട് അവൻ എന്നെ സഹായിക്കാൻ തുടങ്ങി. ഐ സോ ഹിം, ഞാൻ അവനെ കണ്ടു. പക്ഷേ സെഡ് നത്തിങ്, ഒന്നും പറഞ്ഞില്ല. ഐ സോ ഹിം സെഡ് നത്തിങ്, ഞാൻ അവനെ കണ്ടിരുന്നു, പക്ഷെ ഞാൻ ഒന്നും പറഞ്ഞില്ല. മൈ പ്രൈഡ് വാസ് സ്ട്രോങ് മൈ ഹാർട്ട് വാസ് സോഫ്റ്റ്. എൻ്റെ അഭിമാനം ശക്തമായതായിരുന്നു. പ്രൈഡ് എന്നാൽ അഭിമാനം. പക്ഷേ എൻ്റെ ഹൃദയം മൃദുവായിരുന്നു. സോഫ്റ്റ് എന്നാൽ മൃദുവായ. സോഫ്റ്റ് എന്നാൽ മൃദുവായിരുന്നു, അതല്ലെങ്കിൽ ദയയും സ്നേഹവും നിറഞ്ഞതായിരുന്നു. ഇതൊക്കെയാണ് അർത്ഥം. വൺ മോർണിംഗ്, ഒരു ദിവസം രാവിലെ. ഐ ഫൗണ്ട്, ഞാൻ കണ്ടു. എ സ്മോൾ ബണ്ടിൽ ഓഫ് ഫയർ വുഡ്. ബണ്ടിൽ എന്നാൽ കെട്ട് എന്നുള്ള അർത്ഥമാണ്. ഒരു ചെറിയ കെട്ട്, കത്തിക്കാനുള്ള വിറക് ഞാൻ കണ്ടെത്തി. നീറ്റ്ലി സ്റ്റാക്ഡ്. നീറ്റ്ലി എന്നാൽ വൃത്തിയായി, വെടിപ്പായി, ഇതൊക്കെയാണ് അർത്ഥം. സ്റ്റാക്ഡ് എന്നാൽ അട്ടിവയ്ക്കപ്പെട്ട എന്നുള്ള അർത്ഥമാണ്. കൂട്ടിവയ്ക്കപ്പെട്ട. നിയർ ദ കിച്ചൺ എന്നാൽ അടുക്കളയ്ക്കടുത്ത്. ഒരു ദിവസം രാവിലെ അടുക്കളയ്ക്കടുത്ത് ചെറിയ ഒരു കെട്ട് വിറക് വളരെ ഭംഗിയായി അടുക്കി വച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. മൈ ഹാൻഡ്സ്, എൻ്റെ കൈകൾ. ട്രംബിൾ എന്നാൽ ഇവിടെ വിറച്ചു എന്നുള്ള അർത്ഥമാണ്. ട്രംബിൾഡ്, പേടിച്ച് വിറച്ചു. ആസ് ഐ ടച്ച്ഡ് ഇറ്റ്. ആസ് എന്നാൽ ആ സമയത്ത്, ഞാൻ അത് തൊട്ട സമയത്ത്, ഞാൻ ആ വിറക് തൊട്ട സമയത്ത് എൻ്റെ കൈകൾ പേടിച്ച് വിറച്ചു. ഐ വിസ്പേർഡ്, ഞാൻ പതുക്കെ പറഞ്ഞു. ഹൂ ഡിഡ് ദിസ്, ആരാണ് ഇത് ചെയ്തത്? ഐ ലുക്ക്ഡ് ഔട്ട്സൈഡ്, ഞാൻ പുറത്തേക്ക് നോക്കി. ആൻഡ് സോ ലൂക്കസ് വാക്കിംഗ് സ്ലോലി ക്യാരിയിങ് മോർ വുഡ്. ഞാൻ പുറത്തേക്ക് നോക്കിയ സമയത്ത് ഞാൻ ലൂക്കസിനെ കണ്ടു. അവൻ സാവധാനത്തിൽ നടന്നു വരുന്നതായിട്ട് കണ്ടു, കൂടുതൽ വിറകുകെട്ടുകൾ ചുമന്നുകൊണ്ട്. മോർ വുഡ് എന്നാൽ കൂടുതൽ വിറക്. സ്ലോലി എന്നാൽ സാവധാനത്തിൽ. സോ എന്നാൽ കണ്ടു.
ഐ ഫെൽറ്റ് ആങ്കർ, എനിക്ക് ദേഷ്യം തോന്നി. ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് അറ്റ് ദ സെയിം ടൈം. ഗ്രാറ്റിറ്റ്യൂഡ് എന്നാൽ കൃതജ്ഞത എന്നുള്ള അർത്ഥമാണ്. അറ്റ് ദ സെയിം ടൈം എന്നാൽ അതേ സമയത്ത് തന്നെ. എനിക്ക് ഒരേ സമയം ദേഷ്യവും നന്ദിയും തോന്നി. മദർ, അമ്മേ. മോം, ഐ ബ്രോട്ട് മോർ, ഞാൻ കൂടുതൽ കൊണ്ടുവന്നിരിക്കുന്നു. ബ്രോട്ട് എന്നാൽ കൊണ്ടുവന്നു. ബ്രിങ് എന്നാൽ കൊണ്ടുവരിക, അതിൻ്റെ പാസ്റ്റാണ് ബ്രോട്ട്. ഹീ കോൾഡ് സോഫ്റ്റ്ലി, അവൻ മൃദുവായിക്കൊണ്ട് വിളിച്ചു, സൗമ്യമായിക്കൊണ്ട് വിളിച്ചു. ഐ ജംപ്ഡ് ബാക്ക്, ഞാൻ ഞെട്ടി പിന്നോട്ട് മാറി. ഐ ജംപ്ഡ് ബാക്ക്, ഞാൻ ഞെട്ടി പിന്നോട്ട് മാറി. ഡു നോട്ട് കോൾ മീ മദർ, എന്നെ അമ്മേ എന്ന് വിളിക്കരുത്. ഡു നോട്ട് കോൾ മീ, എന്നെ വിളിക്കരുത്. മദർ, ഐ ആം നോട്ട് യുവർ മദർ, ഞാൻ നിൻ്റെ അമ്മയല്ല. സ്റ്റേ അവേ, മാറി നിൽക്കൂ. ലൂക്കസ് ബൗഡ് ഹിസ് ഹെഡ്, അവൻ വിനയത്തോടെ അവൻ്റെ തല കുനിച്ചു. ബൗഡ് ഹിസ് ഹെഡ് എന്നാൽ അവൻ്റെ തല കുനിച്ചു. ഐ ഓൺലി വാണ്ട് ടു ഹെൽപ്പ്, പ്ലീസ് ഡു നോട്ട് ബി ആംഗ്രി, എനിക്ക് സഹായിക്കണമെന്ന് മാത്രമാണ് ആഗ്രഹം, ദയവായി ദേഷ്യപ്പെടരുത്. ഡു നോട്ട് ബി ആംഗ്രി എന്നാൽ ദേഷ്യപ്പെടരുത്. ഐ ടേൺഡ് അവേ, ഞാൻ മുഖം തിരിച്ചു. മൈ ഹാൻഡ് ഷെയ്ക്കിങ്, എൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ബട്ട് ദാറ്റ് നൈറ്റ്, അന്ന് രാത്രി, പക്ഷേ അന്ന് രാത്രി, ഐ തോട്ട് ഓഫ് ഹിം, ഞാൻ അവനെപ്പറ്റി ചിന്തിച്ചു. ഹിസ് ജെൻറ്റിൽ ഫേസ്, ഹിസ് കൈൻഡ് ഹാൻഡ്സ്, അവൻ്റെ സൗമ്യമായ മുഖം, അവൻ്റെ ദയയുള്ള കൈകൾ, ഇതൊക്കെ ഞാൻ ഓർത്തു. ഹി റിമൈൻഡഡ് മീ സോ മച്ച് ഓഫ് ടോമി, റിമൈൻഡഡ് എന്നാൽ ഓർമ്മിപ്പിച്ചു. ഹി റിമൈൻഡഡ് മീ, അവൻ എന്നെ ഓർമ്മിപ്പിച്ചു. സോ മച്ച് ഓഫ് ടോമി, ടോമിയെക്കുറിച്ച് ഒരുപാട് അവൻ എന്നെ ഓർമ്മിപ്പിച്ചു. ഓഫ് ദ വോംത്ത് ഐ ഹാഡ് ലോസ്റ്റ്, വോംത്ത് എന്നാൽ ഊഷ്മളത, സ്നേഹം, കരുതൽ, ഇതൊക്കെയാണ് അർത്ഥം. ഐ ഹാഡ് ലോസ്റ്റ് എന്നാൽ എനിക്ക് നഷ്ടപ്പെട്ട, എനിക്ക് നഷ്ടമായ, എനിക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹവും ഊഷ്മളതയും, അതാണ് ടോമി. ആ ടോമിയെ എന്നെ അവൻ ഓർമ്മിപ്പിച്ചു, ഒരുപാട് ഓർമ്മിപ്പിച്ചു. മൈ ഹാർട്ട് ഏക്ഡ്, എൻ്റെ ഹൃദയം വേദനിച്ചു. ഏക്ക് എന്നാൽ വേദനിക്കുക, അതിൻ്റെ പാസ്റ്റാണ് ഏക്ഡ്, വേദനിച്ചു. ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം. ലൂക്കസ് ഡിഡ് നോട്ട് കം, ലൂക്കസ് വന്നില്ല. ഐ വെയിറ്റഡ്, ഞാൻ കാത്തിരുന്നു. ബട്ട് ദ പാത്ത് വാസ് എംപ്റ്റി, പക്ഷെ വഴി വിജനമായിരുന്നു, ആരും വന്നില്ല. ഡേയ്സ് പാസ്റ്റ്, ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ആൻഡ് ഐ ഫെൽറ്റ് ദ എംപ്റ്റിനെസ് ഗ്രോ അഗെയിൻ, എംപ്റ്റിനെസ് എന്നാൽ ശൂന്യത, ഗ്രോ എന്നാൽ വളരുക, അഗെയിൻ എന്നാൽ വീണ്ടും. ഐ ഫെൽറ്റ് എന്നാൽ എനിക്ക് അനുഭവപ്പെട്ടു. ദിവസങ്ങൾ കടന്നുപോയി, വീണ്ടും ആ ശൂന്യത വളരുന്നതായി എനിക്ക് തോന്നി, അനുഭവപ്പെട്ടു. ദെൻ, പിന്നീട്, ഐ റിമെമ്പേർഡ്, ഞാൻ ഓർമ്മിച്ചു. എ സ്മോൾ എൻവലോപ്പ് ഐ ഹാഡ് ഫൗണ്ട് ഇൻ മൈ ഹൗസ്, എൻവലോപ്പ് എന്നാൽ പൊതി എന്നുള്ള അർത്ഥമാണ്, കവർ. ഐ ഹാഡ് ഫൗണ്ട് ഇൻ മൈ ഹൗസ് എന്നാൽ ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്ന, ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ പൊതിയെപ്പറ്റി ഞാൻ ഓർമ്മിച്ചു. ഇറ്റ് വാസ് ഫ്രം ഹിം, അത് അവനിൽ നിന്നും ഉള്ളതായിരുന്നു. ഐ ഓപ്പൺഡ് ഇറ്റ് ആൻഡ് റെഡ്, ഇവിടെ ഇത് റീഡ് എന്ന് വായിക്കരുത്, റെഡ് എന്ന് വായിക്കണം. റീഡ് എന്നതിൻ്റെ രണ്ടാമത്തെ രൂപം റെഡ് എന്നാണ്. എഴുതുമ്പോൾ ഒരുപോലെയായിരിക്കും. ഇവിടെ ഈ വായിച്ചു എന്നുള്ള അർത്ഥത്തിലാവുമ്പോൾ റെഡ് എന്ന് വായിക്കണം. ഞാൻ അത് തുറന്ന് വായിച്ചു, ആ പൊതി ഞാൻ തുറന്ന് വായിച്ചു. ഡിയർ എലനോർ, പ്രിയപ്പെട്ട എലനോർ. ഐ നോ, എനിക്കറിയാം. യു ഡു നോട്ട് ട്രസ്റ്റ് മീ യെറ്റ്, യെറ്റ് എന്നാൽ ഇതുവരെ ഇല്ല എന്നുള്ള അർത്ഥമാണ്. ഐ നോ, എനിക്കറിയാം. യു ഡു നോട്ട് ട്രസ്റ്റ് മീ യെറ്റ്, ഇതുവരെയായിട്ടും നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല എന്ന് എനിക്ക് അറിയാം. ഐ ഓൺലി വാണ്ട് ടു ബി നിയർ യു, എനിക്ക് നിങ്ങളുടെ അടുത്തായിരിക്കണം എന്ന് മാത്രമാണ് ആഗ്രഹം. ആസ് യു വൺസ് വർ വിത്ത് യുവർ ഗ്രാൻഡ് സൺ, നിങ്ങൾ നിങ്ങളുടെ കൊച്ചുമകനോടൊപ്പം ഉണ്ടായിരുന്ന പോലെ. പണ്ടൊരിക്കൽ, വൺസ് എന്നാൽ മുമ്പ്, ഒരിക്കൽ. നിങ്ങൾ ഒരിക്കൽ നിങ്ങളുടെ കൊച്ചുമകനോടൊപ്പം ഉണ്ടായിരുന്ന പോലെ എനിക്ക് നിങ്ങളുടെ അടുത്തായിരിക്കണമെന്ന് മാത്രമാണ് ആഗ്രഹം. ഐ ഡു നോട്ട് വാണ്ട് എനിത്തിങ് ബട്ട് ടു ഹെൽപ്പ്, എനിക്ക് നിങ്ങളെ സഹായിക്കുക എന്നല്ലാതെ മറ്റൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. പ്ലീസ് ഫോർഗിവ് മീ, ഫോർഗിവ് എന്നാൽ മാപ്പ് നൽകുക, ദയവായി എനിക്ക് മാപ്പ് നൽകൂ. ഇഫ് ഐ ഹാവ് ഡൺ റോങ്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ദയവായി മാപ്പ് നൽകൂ. ഇഫ് ഐ ഹാവ് ഡൺ റോങ്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാണ് അർത്ഥം. ഇഫ് എന്നാൽ ഉണ്ടെങ്കിൽ, എങ്കിൽ. യു റിമൈൻഡ് മീ, നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. യു റിമൈൻഡ് മീ ഓഫ് മൈ ഗ്രാൻഡ് മദർ, എൻ്റെ മുത്തശ്ശിയെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ മുത്തശ്ശിയെയാണ് ഓർമ്മ വരുന്നത്. ആൻഡ് ഐ ഫീൽ അറ്റ് ഹോം വെൻ ഐ ആം നിയർ യു, നിങ്ങളുടെ അടുത്തായിരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ സ്വന്തം വീട്ടിലാണെന്ന തോന്നൽ ഉണ്ടാകുന്നു.
നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ മുത്തശ്ശിയെ ഓർമ്മ വരുന്നു. നിങ്ങളുടെ അടുത്തായിരിക്കുമ്പോൾ എനിക്ക് സ്വന്തം വീട്ടിലാണെന്ന തോന്നൽ ഉണ്ടാകുന്നു. ലൂക്കസ്. ഈ കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് ഇതൊക്കെയായിരുന്നു. എനിക്ക് എന്തെങ്കിലും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് നൽകുക. നിങ്ങളെ കാണുന്ന സമയത്ത് എനിക്ക് എൻ്റെ മുത്തശ്ശിയെ ഓർമ്മ വരുന്നു. നിങ്ങളുടെ അടുത്തായിരിക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലാണെന്ന തോന്നൽ ഉണ്ടാകുന്നു. ടിയേഴ്സ് ഫിൽഡ് മൈ ഐസ്. എൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. മൈ ചെസ്റ്റ് ഫെൽറ്റ് ടൈറ്റ്. എൻ്റെ നെഞ്ചിൽ മുറുക്കം അനുഭവപ്പെട്ടു. ഫെൽറ്റ് എന്നാൽ അനുഭവപ്പെട്ടു, ടൈറ്റ് എന്നാൽ മുറുക്കം. ഹൗ കുഡ് ഐ ഹാവ് ബീൻ സോ ഹാർഷ്. ഹാർഷ് എന്നാൽ കർക്കശമായ, നിഷ്ഠൂരമായ, ഇതൊക്കെയാണ് അർത്ഥം. പരുഷമായ. ഹൗ കുഡ് എങ്ങനെ സാധിച്ചു. ഐ ഹാവ് ബീൻ എനിക്ക് ആയിരിക്കാൻ, സോ ഹാർഷ് ഇത്രമാത്രം പരുഷമായി, നിഷ്ഠൂരമായി ഇരിക്കാൻ എനിക്ക് എങ്ങനെ സാധിച്ചു, അതാണ് അർത്ഥം. ഹൗ ഐ കുഡ് ഹാവ് ബീൻ സോ ഹാർഷ്. ഐ ഹാഡ് പുഷ്ഡ് അവേ സമ്മൺ ഹൂ ഓൺലി വാണ്ടഡ് ടു കെയർ ഫോർ മീ. എന്നെ സ്നേഹത്തോടെയും കരുതലോടെയും നോക്കാൻ മാത്രമാണ് ആഗ്രഹിച്ചിരുന്നത്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ ഞാൻ അകറ്റിക്കളഞ്ഞു. ഐ ഹാഡ് പുഷ്ഡ് അവേ എന്നാൽ ഞാൻ അകറ്റിക്കളഞ്ഞു, ഞാൻ അകറ്റിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. സമ്മൺ എന്നാൽ ഒരു വ്യക്തിയെ. ഐ ന്യൂ ഐ ഹാഡ് ടു ഫൈൻഡ് ഹിം. എനിക്ക് അവനെ കണ്ടെത്തേണ്ടതുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഐ ന്യൂ ഞാൻ മനസ്സിലാക്കി. ഐ ഹാഡ് ടു ഫൈൻഡ് ഹിം എനിക്ക് അവനെ കണ്ടെത്തേണ്ടതുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഐ വോക്ക്ഡ് ഞാൻ നടന്നു പോയി. ടു ദി എഡ്ജ് ഓഫ് ദ വില്ലേജ് ഗ്രാമത്തിൻ്റെ അതിർത്തി പ്രദേശത്തേക്ക് ഞാൻ നടന്നു പോയി. ആസ്കിങ് ചോദിച്ചുകൊണ്ട്. ആസ്കിങ് എനിവൺ ഇഫ് ദേ ഹാഡ് സീൻ ലൂക്കസ്. ഞാൻ ഗ്രാമത്തിൻ്റെ അതിർത്തി വരെ നടന്നുകൊണ്ട് അവനെ കണ്ടിട്ടുണ്ടോ എന്ന് എല്ലാവരോടും ചോദിച്ചു. ഇഫ് ദേ ഹാഡ് സീൻ എന്നാൽ അവർ കണ്ടിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ലൂക്കസിനെ കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചുകൊണ്ട് നടന്നു പോയി. ഫൈനലി അവസാനം. എ കൈൻഡ് നെയ്ബർ ഒരു അനുകമ്പയുള്ള അയൽവാസി. കൈൻഡ് എന്നാൽ അനുകമ്പയുള്ള, നെയ്ബർ അയൽവാസി. ടോൾഡ് മീ എന്നോട് പറഞ്ഞു. ഹീ ഹാഡ് ഗോൺ ടു ദ വുഡ്സ് അവൻ വനത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഗ്യാദറിങ് ഫയർ വുഡ് ഫോർ അതർ വില്ലേജേഴ്സ്. ഗ്യാദറിങ് ശേഖരിച്ചുകൊണ്ട്, ഫയർ വുഡ് കത്തിക്കാനുള്ള വിറക്, ഫോർ അതർ വില്ലേജേഴ്സ് മറ്റുള്ള ഗ്രാമവാസികൾക്ക്. അവസാനം ഒരു അനുകമ്പയുള്ള വ്യക്തി, ഒരു അയൽവാസി എന്നോട് പറഞ്ഞു അവൻ കാട്ടിലേക്ക് പോയിട്ടുണ്ട് മറ്റ് ഗ്രാമവാസികൾക്ക് വിറക് ശേഖരിക്കാൻ വേണ്ടി എന്ന കാര്യം എന്നോട് അദ്ദേഹം പറഞ്ഞു. ഐ റാൻ ഞാൻ ഓടി. കോളിംഗ് ഹിസ് നെയിം അവൻ്റെ പേര് വിളിച്ചുകൊണ്ട് ഞാൻ ഓടി. ലൂക്കസ്. ഐ ക്രൈഡ് ഞാൻ അലറിക്കരഞ്ഞു, ഞാൻ കരഞ്ഞു വിളിച്ചു. ഹീ ടേൺഡ് അവൻ എൻ്റെ മുഖത്തേക്ക് മുഖം തിരിച്ചു. അവൻ എന്നെ നോക്കി. ഹീ ടേൺഡ് സർപ്രൈസ്ഡ് അവൻ ആശ്ചര്യപ്പെട്ടു. ഹിസ് ഐസ് വൈഡ് അവൻ്റെ കണ്ണുകൾ വിടർന്നു. ഐ ആം സോറി ഐ സെഡ് മൈ വോയിസ് ഷേക്കിംഗ് എൻ്റെ ശബ്ദം ഇടറിക്കൊണ്ട് ഞാൻ പറഞ്ഞു. എൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് മാപ്പ്. ഐ വാസ് ഹാഷ് ഞാൻ പരുഷമായ രീതിയിൽ പെരുമാറി. പ്ലീസ് ഫോർഗിവ് മീ എനിക്ക് ദയവായി മാപ്പ് നൽകൂ. ഐ വാസ് ലോൺലി ആൻഡ് അഫ്രൈഡ് ഐ ഡിഡ് നോട്ട് സീ യുവർ ഹാർട്ട് ഞാൻ ഏകാന്തതയിലും ഭയത്തിലുമായിരുന്നു. ഐ വാസ് ലോൺലി ആൻഡ് അഫ്രൈഡ് ഐ ഡിഡ് നോട്ട് സീ യുവർ ഹാർട്ട് നിൻ്റെ ഹൃദയം ഞാൻ കണ്ടില്ല. ഐ ഡിഡ് നോട്ട് സീ എന്നാൽ ഞാൻ കണ്ടില്ല. യുവർ ഹാർട്ട് നിങ്ങളുടെ ഹൃദയം. നിൻ്റെ ഹൃദയം ഞാൻ കണ്ടില്ല. ഞാൻ ഏകാന്തതയിലും ഭയത്തിലുമായിരുന്നു. ലൂക്കസ് ഫേസ് സോഫൻഡ് എന്നാൽ മൃദുവായി എന്നുള്ള അർത്ഥമാണ്. ലൂക്കസിൻ്റെ മുഖഭാവം മൃദുവായി. അവൻ്റെ മുഖത്ത് സ്നേഹവും കരുണയും നിറഞ്ഞു. ഇറ്റ്സ് ഓക്കെ എൽനോർ ഐ അണ്ടർസ്റ്റാൻഡ് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഐ ജസ്റ്റ് വാണ്ടഡ് യു ടു ഹാവ് സംവൺ നിയർ യു നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടാകണം എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഫ്രം ദാറ്റ് ഡേ ആ ദിവസം മുതൽ വി ബിക്കെയിം ഫാമിലി ഞങ്ങൾ കുടുംബമായി തീർന്നു. വി ബിക്കെയിം എന്നാൽ ആയിത്തീർന്നു. ഹീ സ്റ്റേഡ് വിത്ത് മീ അവൻ എൻ്റെ കൂടെ താമസിച്ചു. ഹെൽപ്പിംഗ് ഇൻ ദ ഗാർഡൻ പൂന്തോട്ടത്തിൽ ജോലിക്ക് സഹായിച്ചുകൊണ്ട്. ഫീഡിംഗ് ദ എനിമൽസ് മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകാൻ സഹായിച്ചുകൊണ്ട്. ആൻഡ് സിറ്റിംഗ് വിത്ത് മീ ഇൻ ദി ഈവനിങ്സ് വൈകുന്നേരങ്ങളിൽ എൻ്റെ കൂടെ ഇരുന്നു കൊണ്ട്. അവൻ എന്നോടൊപ്പം താമസിച്ചു. തോട്ടത്തിൽ സഹായിക്കുകയും മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുകയും വൈകുന്നേരങ്ങളിൽ എൻ്റെ കൂടെ അവൻ ഇരിക്കുകയും ചെയ്തു. വി ടോക്ക്ഡ് അബൌട്ട് അവർ ലൈഫ്സ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചു.
അവർ ലോസ്റ്റ് ഫാമിലീസ് ഞങ്ങളുടെ നഷ്ടപ്പെട്ട ബന്ധുക്കളെക്കുറിച്ച് സംസാരിച്ചു. ആൻഡ് അവർ ഡ്രീംസ് ഞങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ഐ ഫെൽറ്റ് അലൈവ് അഗെയിൻ എൻ്റെ ജീവിതത്തിൽ വീണ്ടും സന്തോഷവും പ്രതീക്ഷയും ഉണ്ടായതായി തോന്നി. വി ലാഫ്ഡ് ഞങ്ങൾ ചിരിച്ചു. വി ക്രൈഡ് ഞങ്ങൾ കരഞ്ഞു. ആൻഡ് സ്ലോലി അങ്ങനെ സാവധാനം ദ സൈലൻസ് ലെഫ്റ്റ് മൈ ഹോം അങ്ങനെ സാവധാനം മൗനം എൻ്റെ വീട്ടിൽ നിന്നും അപ്രത്യക്ഷമായി. ലെഫ്റ്റ് എന്നാൽ പോയി എന്നുള്ള അർത്ഥമാണ്. മൗനം നിശബ്ദത എൻ്റെ വീട്ടിൽ നിന്നും അപ്രത്യക്ഷമായി എന്നാണ് അർത്ഥം. ദ സൈലൻസ് ലെഫ്റ്റ് മൈ ഹോം. ലൂക്കസ് വാസ് നോ ലോങ്ങർ ജസ്റ്റ് എ ബോയ് ഫ്രം ദ വില്ലേജ് ലൂക്കസ് ഗ്രാമത്തിൽ നിന്നുള്ള ഒരു പയ്യൻ മാത്രമായിരുന്നില്ല. ഹി ബിക്കെയിം മൈ ഗ്രാൻഡ് സൺ അവൻ എൻ്റെ പേരക്കുട്ടിയായി മാറി, എൻ്റെ കൊച്ചുമകനായി മാറി. ബിക്കെയിം എന്നാൽ ആയിത്തീർന്നു. മൈ ഫാമിലി എൻ്റെ ബന്ധുവായി തീർന്നു. മൈ കംഫേർട്ട് എൻ്റെ ആശ്വാസവും എൻ്റെ സന്തോഷവും ആശ്വാസവും സമാധാനവും എല്ലാം അവനായി മാറി. ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ എ ലോങ് ടൈം വളരെ കാലത്തിന് ശേഷം ആദ്യമായി ഐ ഫെൽറ്റ് ദാറ്റ് ലൈഫ് കുഡ് സ്റ്റിൽ ബ്രിങ് ഹാപ്പിനെസ് ഈവൻ ആഫ്റ്റർ ഗ്രേറ്റ് ലോസ്. ഗ്രേറ്റ് ലോസ് എന്നാൽ വലിയ നഷ്ടം. ഈവൻ ആഫ്റ്റർ എന്നാൽ ശേഷം പോലും. വളരെ കാലത്തിന് ശേഷം ആദ്യമായി വലിയൊരു നഷ്ടത്തിന് ശേഷവും ജീവിതത്തിന് ഇപ്പോഴും സന്തോഷം നൽകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നി. വലിയൊരു നഷ്ടം നേരിട്ട ശേഷവും ജീവിതത്തിൽ വീണ്ടും സന്തോഷം വരാൻ കഴിയുമെന്ന് വളരെ കാലത്തിന് ശേഷം ആദ്യമായി എനിക്ക് വിശ്വാസം തോന്നി. ഇതൊക്കെയാണ് അർത്ഥം. ഐ ഫെൽറ്റ് എന്നാൽ തോന്നി. ലൈഫ് കുഡ് സ്റ്റിൽ ബ്രിങ് എന്നാൽ ജീവിതത്തിന് ഇപ്പോഴും നൽകാൻ കഴിയും. ഈവൻ ആഫ്റ്റർ എന്നാൽ ശേഷവും. ഗ്രേറ്റ് ലോസ് വലിയ നഷ്ടം. ഹാപ്പിനെസ് സന്തോഷം.